ദേശീയപാത 183-ൽ 35-ാം മൈലിനും മരുതമൂടിനും ഇടയിൽ കന്നുകാലിക്കൂട്ടം താവളമാക്കുന്നത് വാഹനാപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും വഴിവെക്കുന്നു. മഴ ശക്തമായതോടെ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെയാണ് 50-ലധികം കന്നുകാലികൾ ദേശീയപാത കൈയടക്കി കിടക്കുന്നത്. സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമായിട്ടും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. മഴയ്ക്കൊപ്പം കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന പ്രദേശമായതിനാൽ അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. വാഹനങ്ങൾ കന്നുകാലികളുടെ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർമാർക്ക് ഇവയെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് വാഹനം വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അപകടങ്ങളും സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഇതിനിരയാകുന്നത്. ബോയ്സ്, TR&D എസ്റ്റേറ്റുകളിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളാണ് കൂട്ടത്തോടെ പാതയിലേക്ക് ഇറങ്ങുന്നത്. സമീപവാസികളായ ചിലർ വളർത്തുന്ന കന്നുകാലികളെ കയറൂരി വിടുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. വൈകുന്നേരങ്ങളിൽ വീടുകളിൽ എത്തിച്ച് പാൽ ശേഖരിച്ച ശേഷം ഇവയെ വീണ്ടും എസ്റ്റേറ്റിലേക്ക് പറഞ്ഞു വിടുകയാണ് പതിവ്. കന്നുകാലികൾ പാത കൈയടക്കുന്നതോടെ മണിക്കൂറുകളോളമാണ് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്നത്. മേഖലയിലെ പ്രധാന ചികിത്സാ കേന്ദ്രമായ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കുള്ള റോഡിലും കന്നുകാലിക്കൂട്ടം താവളമടിക്കുന്നത് രോഗികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വാഹനങ്ങൾ ഇതിനിടയിൽപ്പെട്ട് വഴിയിൽ കിടക്കുന്നത് പതിവായിട്ടുണ്ട്. നാളുകളായി യാത്രക്കാരും പ്രദേശവാസികളും നേരിടുന്ന ഈ ഗുരുതര പ്രശ്നത്തിൽ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കന്നുകാലികളുടെ ഉടമസ്ഥരെ കണ്ടെത്തി മുന്നറിയിപ്പ് നോട്ടീസ് നൽകാനോ വഴിയിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പിടിച്ചുകെട്ടി ലേലം ചെയ്യാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. അധികൃതരുടെ ഈ നിഷ്ക്രിയത്വമാണ് ഉടമസ്ഥർക്ക് മൃഗങ്ങളെ അഴിച്ചുവിട്ട് വളർത്താൻ പ്രേരണയാകുന്നത്.